ഇത് കാണുമ്പോൾ തന്നെ ആരുടെ വായിലും കപ്പലോട് നിന്ന് തീർച്ചയാണ്. നല്ല ടേസ്റ്റി പ്രോൺസ് പിക്കിളിൻ്റെ റെസിപ്പിയാണിത്. 1 സ്പൂൺ പ്രോൺസ് പിക്കിൾ കിട്ടിയാൽ നമുക്ക് ഒരു പ്ലേറ്റ് അല്ല അതിലും കൂടുതൽ ചോറുണ്ണാം. ഇതേ റെസിപ്പി നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഇത് തീർച്ചയാണ് ഈ പ്രോൺസ് പിക്കിൾ നിങ്ങളുടെ ഫേവറേറ്റ് ഡിഷായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല രുചികരമായ പ്രോൺസ് പിക്കിളിൻ്റെതാണ്. പ്രിപ്പറേഷൻ മെത്തേഡ് പറയാം. ഈ പിക്കിൾ ചെയ്യാൻ 1.5 കിലോ പ്രോൺസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് എല്ലാം ക്ലീൻ ചെയ്ത ശേഷം ഈ പ്രോൺസിൻ്റെ മുകൾ സൈഡിൽ ഒരു കറുത്ത വെയിന് കാണാം. അതൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ആക്കണം. ഇല്ലെങ്കിൽ നമുക്ക് വയറുവേദനയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതതിൻ്റെ വേസ്റ്റാണ്. ഈ പ്രോൺസ് ആദ്യം തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്യാനായിക്കൊണ്ട് പ്രോൺസിലേക്ക് 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സോൾട്ട്, പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/2 മണിക്കൂറിന് ശേഷം ഇതൊരു ഹാഫ് വേയിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യുമ്പോൾ അധികം മുരിഞ്ഞു പോവരുത്. അങ്ങനെ വന്നാൽ നമുക്ക് ഈ കൊഞ്ച് എന്ന് വെച്ചാൽ പ്രോൺസ് ഒരു റബ്ബറി ആയിട്ട് മാറും. നമ്മളെ മസാലയൊക്കെ പിടിച്ചാൽ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇനി മറ്റ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് പിന്നെ 3 ബൾബ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 1.5 ഇഞ്ച് പീസ് ഇഞ്ചി, അത് ജിഞ്ചറും ഗാർലിക്കും, പിന്നെ ഒരു 8 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കൂട്ടാൻ കുറയ്ക്കാം. നല്ല എരിവുള്ളത് കൊണ്ടാണ് 8 മാത്രം എടുത്തത്. അതിൽ കൂടുതൽ എടുക്കുന്നതും അധികം എരിവില്ലെങ്കിൽ കുറച്ചധികം എടുക്കാം. വെളുത്തുള്ളി എല്ലാം ക്ലീൻ ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് കുറച്ച് ഭാഗം നമുക്ക് വേറെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതും പകുതി ഭാഗം ഇഞ്ചിയുടെ പീസും പച്ചമുളകും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് ക്രഷ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഈ പിക്കിളിന് വേണ്ടുന്ന മസാലകളാണ്. അതിന് 3 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി, അങ്ങനെ 4 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പൊടിച്ച ഉലുവപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. അത് ഇതിൽ കാണിച്ചിട്ടില്ല, ഞാൻ അതിലേക്ക് തന്നെ ഇടുക ചെയ്തത് മസാല ചേർക്കുമ്പോൾ. പിന്നെ കായത്തിൻ്റെ 3-4 ചെറു പീസ് കായം എടുത്തിട്ട് നല്ലെണ്ണയിൽ ഫ്രൈ ചെയ്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കടുക്, ഇതും ഒന്ന് ചൂടാക്കിയിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പ്രിപ്പറേഷൻ തുടങ്ങുകയാണ്, എല്ലാം കാണുക. 1 മിനിറ്റ് ചൂടായാൽ മതി. ഇത്തിരി നല്ലെണ്ണയിൽ കായത്തിൻ്റെ പീസൊന്ന് വറുത്തെടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ഉരലിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഫ്രൈങ് പാനിൽ ആവശ്യമുള്ളത്ര വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ലെണ്ണ തന്നെ ചെയ്യണമെങ്കിൽ അതിൽ ചെയ്യാൻ. പ്രോൺസ് ഫ്രൈ ചെയ്തത് വെളിച്ചെണ്ണയിലാണ്. ഒന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട്. ഇവിടെ അധികമൊന്നും ബാലൻസ് നിൽക്കില്ല, അധിക ദിവസങ്ങളൊന്നും നിൽക്കില്ല, അപ്പോഴേക്കത് തീരും. കുറേ കാലം വെക്കുന്നുണ്ടെങ്കിൽ ഫുള്ളും നല്ലെണ്ണ എടുക്കുന്നത്. പിന്നെ മസാല ചെയ്യുന്നത് നല്ലെണ്ണയിലാണ്. ഇതിപ്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ പ്രോൺസ് 2 തവണയായിട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പ്രോൺസ് ഒന്നൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നു. ഓയിലും വെള്ളവും ആക്കിയിട്ടുള്ള, ഇപ്പം നിറയെ വെള്ളവും ഉണ്ട് ഓയിലും ഉണ്ട്. ഇനി ആ വെള്ളമൊക്കെ വറ്റിയിട്ട് ഓയിലൊന്ന് തെളിഞ്ഞ് വരുമ്പോൾ അധികം മുരിഞ്ഞു പോകാണ്ട് കോരിയെടുക്കുക. വെള്ളമൊക്കെ വറ്റിയിട്ട് വെളിച്ചെണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞ ശേഷം ഇത് കോരിയെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ ഫ്ലെയിം അധികം കൂട്ടി വെക്കരുത്, അപ്പോൾ ഈ ഓയിലും അതിൻ്റെ മസാലയൊക്കെ കരിഞ്ഞു പോകും. ഫ്രൈ ചെയ്ത പ്രോൺസ് മാറ്റിയ ശേഷം കുറച്ച് നല്ലെണ്ണ കൂടി ചേർത്ത് ജിഞ്ചർ, ഗാർലിക്, കറിവേപ്പില ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റുന്നത്. ഒന്നര കിലോ പ്രോൺസും 2 തവണയായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. പ്രോൺസ് മുഴുവനായിട്ടും ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയും നേരിയതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു. മസാല വഴറ്റാനായിക്കൊണ്ട് ഞാൻ ഈ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് നല്ലെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും നല്ലെണ്ണയും വെളിച്ചെണ്ണയും ചേർത്തിട്ടാണ് മസാല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓയിൽ നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മൊരിഞ്ഞോ എന്നൊന്നും അറിയാൻ പറ്റില്ല. നന്നായിട്ട് ഇളക്കിയിട്ട് നോക്കണം, കരിഞ്ഞു പോകരുത്. അപ്പോൾ കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ നന്നായിട്ട് പാകത്തിന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. പിക്കിളിൻ്റെ ലാസ്റ്റ് പ്രിപ്പറേഷനാണ്. അതേ ഓയിലിൽ തന്നെ ചതച്ച് വെച്ചിട്ടുള്ള ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി ഇട്ടിട്ട് മൂപ്പിക്കണ്ട, നന്നായിട്ടൊന്ന് വഴന്നു വരണം.
ആ സമയത്ത് തന്നെ നമുക്ക് മസാലപ്പൊടികൾ എടുത്തു വെച്ചിട്ടുള്ള മസാലപ്പൊടികൾ അതിലിട്ട് കൊടുക്കാം. അപ്പോൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുന്നത് നല്ലതായിരിക്കും, ഇല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതൊന്ന് വഴന്ന് വന്നാൽ നമുക്ക് ഇതിൻ്റെ മസാലപ്പൊടികൾ ചേർക്കണം. ഗ്യാസ് ഓഫ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇതേ ചൂട് തന്നെ നമ്മുടെ ഈ മസാല നന്നായിട്ട് പാകത്തിന് മൂത്ത് വരും. ഇത് പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് മസാലപ്പൊടികളൊക്കെ. ഇനി ഇതിൽ കായത്തിൻ്റെ പൊടി, കടുക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായത്തിന് കട്ടയില്ലെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്താൽ മതി. ഇതിനൊക്കെ പുറമെ മുളക് പൊടിയുടെ കൂടെ 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ട്. കൂടിപ്പോവരുത്, കൂടിയാൽ കയ്പ്പ് വരും. ഇനി വിനീഗർ ചേർത്ത് കൊടുക്കുകയാണ്. പിക്കിളിന് ആവശ്യമുള്ള പുളി വേണമല്ലോ, അതിന് 1/2 കപ്പ് വിനീഗറാണ് എടുക്കുന്നത്. 1/2 കപ്പ് വിനീഗറിൻ്റെ ഒപ്പം 1/4 കപ്പ് വെള്ളവും ചേർത്ത് തിളപ്പിച്ചെടുത്തതാണ്. മുഴുവനായിട്ടും വിനീഗർ ഒഴിക്കുമ്പോൾ നമുക്ക് പുളി വല്ലാതെ കൂടിപ്പോവും. അത് മിക്സ് ചെയ്ത് ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവും ബാക്കിയെല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളക്കണം. തിളച്ച മസാല നന്നായി തിളച്ചതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസും വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ആ മസാലയിൽ ഒരു 2-3 മിനിറ്റ് തിളച്ചൊന്ന് കുറുകണം. ഫ്രൈ ചെയ്തെടുത്ത പ്രോൺസ്, ജിഞ്ചർ, ഗാർലിക്ക്, കറി ലീഫ് എല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഈ 2-3 മിനിറ്റ് കൊണ്ട് നമ്മുടെ പിക്കിൾ റെഡിയാവും. നല്ല ടേസ്റ്റി പിക്കിളാണ്, നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല കൊഴുത്ത് കട്ടിയായിട്ട് വരും. നോട്ട് ചെയ്യാണ്. നല്ല ടേസ്റ്റി പ്രോൺസ് പിക്കിൾ, അതായത് കൊഞ്ച് അച്ചാർ റെഡി. നിങ്ങൾക്കും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മാത്രം ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോകണം. താങ്ക് യു ഫോർ വാച്ചിങ്.